ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലൈഡർ ആണ്. അതും ഫോം ബോർഡ് വെച്ച്, തെർമോകോൾ വെച്ച് നമ്മളൊരു ഗ്ലൈഡർ ഉണ്ടാക്കുകയാണ്. ഗ്ലൈഡർ എന്താണെന്ന് അറിയാത്തവർക്ക് വീഡിയോയുടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വേറെ നല്ലൊരു വീഡിയോ വരുന്നുണ്ട്. നമ്മളൊരു ബേർഡ് കേജ് ചെയ്യുന്നുണ്ട്, അത് ലവ് ബേർഡ്സിനുള്ള കേജ് ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ അടുത്ത് തന്നെ വരും. അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ മോട്ടർലെസ് പാരാഗ്ലൈഡർ ചെയ്യാൻ വേണ്ടി, പാരാഗ്ലൈഡർ അല്ല, ജസ്റ്റ് നോർമൽ ഗ്ലൈഡർ ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോം ബോർഡിന്റെ ഷീറ്റ് വേണം, തെർമോകോളിന്റെ ഷീറ്റ് വേണം. ഇങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്തതിനു ശേഷം നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം ഈ സെന്ററിൽ നമ്മളൊരു വിങ് വെക്കുന്നുണ്ട്. ആ വിങ്ങിനും കൂടെ വെക്കണം. അപ്പൊ നമ്മള് സാധാരണ നോർമലി വിങ് വെക്കാറത് ഇതുപോലൊരു പീസ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല കൊടുക്കേണ്ടത്. ഇതുപോലെ സ്വല്പം ചെരിച്ച് വേണം വെക്കാൻ. അപ്പൊ ഇവിടെ ഒരു ഹോള് വേണം, ഇതേ ആകൃതിയിൽ ഇങ്ങനെ ഒരു ഹോള് വേണം. അതായത് ലിഫ്റ്റ് വരുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടി, എയർഫോയിൽ എന്ന് പറയും, ലിഫ്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മളിത് ഇതിങ്ങനെ ചെരിച്ച് നമ്മൾ ബിൻഡ് കൊടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ ടേപ്പ് അടിക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കുറച്ച് നല്ല വൃത്തിക്കായതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ പൊട്ടൊക്കെ വന്നു. അതുകൊണ്ട് ടേപ്പ് ഞാൻ നല്ല സ്ട്രോങ്ങിനാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വിങ് സെറ്റ് ചെയ്യാൻ പോകണതാ. വിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് നീളം ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഒരു ബോഡി ഉണ്ടല്ലോ, ഈ ഒരു ബോഡിയേക്കാൾ ഒരു കാൽ ഭാഗം കൂടെ നീളത്തിലായിരിക്കണം നമ്മൾ വിങ് എടുക്കുന്നത്. നമ്മൾ ഏതൊരു പ്ലെയിനിന്റെ ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കുവാണെങ്കിൽ, ഒരു ഗ്ലൈഡറിന്റെ മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ വിങ് സ്പാൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈ ആയിരിക്കണം. പിന്നെ അതിന്റെ ബാക്ക് വശം എന്ന് പറയുമ്പോൾ അതിന്റെ ബോഡിയുടെ പകുതി, അതായത് ടെയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ബോഡിയുടെ പകുതി നീളമാണ് അതിന്റെ ടെയിലിന് വരുന്നത്. മെയിൻ വിങ്ങിന് വരുന്നത് അതിന്റെ യഥാർത്ഥ ഉയരത്തേക്കാൾ കാൽ ഭാഗം നീണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് ടേപ്പൊക്കെ അടിച്ച് ഒന്ന് സെക്യൂർ ആക്കി എടുക്കണം. കാരണം ഇത് എവിടെയെങ്കിലൊക്കെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമ്മൾ ചെയ്യുന്നതാ, ഈ ഒരു പീസ് മൊത്തത്തിൽ എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ ചെയ്ത ബോഡിയിലേക്ക് കയറ്റി വെച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഈ ഒരു പോർഷൻ മൊത്തം നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അതിലൂടെ നല്ല രീതിയിൽ മുറിച്ചു പോകാനാണ്. അപ്പൊ നമുക്ക് ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വിങ് ഒക്കെ സ്ട്രോങ് ആക്കി വർക്കെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ വെയിറ്റ് സെറ്റ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഗ്ലൈഡറിന്റെ ബോഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി വെയിറ്റ് അലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു ഗ്ലൈഡറിന്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോ ഞാനിപ്പോ വെയിറ്റ് അലൈൻ ചെയ്തിട്ടില്ല. നമ്മളിതാ ഈ ഒരു പിടിച്ചു കഴിയുമ്പോൾ എല്ലാ ഗ്ലൈഡറിന്റെ എല്ലാ വിമാനത്തിന്റെയും സെന്റർ, അതായത് അതിന്റെ ഗുരുത്വ കേന്ദ്രം, സെന്റർ ഓഫ് മാസ് വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് താഴോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിലായിരിക്കണം കൂടുതൽ വെയിറ്റ് വരുന്നത്. അതായത് ഒന്നെങ്കിൽ ഇത് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് കുറച്ച് താട്ട് താന്നിരിക്കണം. അപ്പൊ അതിന് ഞാൻ ചെയ്യുന്നത്, നമുക്ക് ഡബിൾ എ ബാറ്ററി, ഇപ്പോ എന്റെ ഡബിൾ എ ബാറ്ററിയാണ് ഞാൻ ഇവിടെ ജസ്റ്റ് വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഇതിനിപ്പോ ഗ്ലൈഡ് ചെയ്യുമ്പോൾ മൂക്ക് കുത്തി വീണാലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് ഇരുന്നു. ഇപ്പൊ അതിന്റെ സെന്റർ ഓഫ് മാസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഒരു വിരലിലാണ് സാധനം നിൽക്കുന്നത്. പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണ്. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേറൊരു വഴിയുണ്ട്. വേറൊന്നുമല്ല, ഇതിങ്ങനെ വിട്ട് കഴിയുമ്പം ഇതുപോലെ വരണം. ഇതാണ് ഗ്ലൈഡ് എന്ന് പറയുന്നത്. കുന്നിന്റെ മുകളിൽ നിന്ന് സ്മൂത്ത് ആയിട്ട് വിത്തൗട്ട് എനി ഫ്രിക്ഷൻ വരുന്നതിനാണ് ഗ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്ലൈഡർ ടെസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത കാര്യമില്ല, നമുക്കൊന്ന് ഗ്രൗണ്ടിൽ പോകേണ്ട കാര്യമുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഗ്രൗണ്ടിൽ പോവാം. നമ്മള് എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ വന്നേക്കാണ് നമ്മുടെ ഗ്ലൈഡർ ഒന്ന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി. ഇതാ നോക്കിയാൽ കാണാം, ഒരു മനുഷ്യനില്ല. വീഡിയോ എടുക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. സമയം കാണുന്നില്ല, ഞാൻ വേഗം പോയി പറത്താം. അപ്പൊ കാര്യം പറഞ്ഞാൽ നല്ല ചൂടാണ്. എനിക്ക് എന്റെ മേത്തേനെ ഉടമ്പ ചൂടറിയാം. അപ്പൊ ഫസ്റ്റ് ടെസ്റ്റ് അടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ശരിയല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. പോളി സാധനം. അപ്പൊ
സംഭവം മാർക്കറ്റ് എനിക്ക് എക്സൈറ്റ്മെന്റ് ആക്കി പോകുന്നില്ല ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ഗ്ലൈഡറാണ്. ഇതുപോലെ ഗ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കാരണം മോട്ടർലെസ് ഗ്ലൈഡേഴ്സ് ഉണ്ട്, മോട്ടർ ഗ്ലൈഡേഴ്സ് ഉണ്ട്, മോട്ടർലെസ് ഗ്ലൈഡേഴ്സ് ഉണ്ട്. അതായത് മോട്ടർ വെച്ച് ആ ഒരു വിൻഡിന്റെ ത്രസ്റ്റ് കൊണ്ട് ഉയർന്ന ആ ഒരു ലെവല് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഗ്ലൈഡേഴ്സും ഉണ്ട്. ജസ്റ്റ് ഒരു കുന്നിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക്, താഴെയുള്ള ഒരു കുന്നിലേക്ക് പോകാൻ പറ്റിയ നോർമൽ ഗ്ലൈഡേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ടൈപ്പ് ഗ്ലൈഡറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ഇത് വർക്ക് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ. കൊണ്ട് വേറെ പരിപാടി ഉണ്ട്. ജസ്റ്റ് ഗ്ലൈഡ് ചെയ്യാൻ മാത്രമല്ല, നമ്മളിതൊരു ഫൺ ഒബ്ജക്റ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ എവിടെയാണല്ലോ വെയിറ്റ് കൊടുത്തേക്കുന്നത്, വെയിറ്റ് കൊടുത്ത് മാത്രം പിടിക്കുക, എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ത്രോ ചെയ്യുക, അപ്പിലേക്ക് നന്നായിട്ട് നിറഞ്ഞു കൊടുക്കുക. കാണിച്ചു തരാം. അപ്പോൾ വെച്ചാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ ഏകദേശം 8 രൂപ ഒരു 10 രൂപ 18 രൂപ ചെലവിലാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ഫോം ഗ്ലൈഡർ ചെയ്തെടുത്തേക്കുന്നത്. ഇതിപ്പം ഗ്ലൈഡിങ്ങും എയർഫോയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, എയറോഡൈനാമിക്സും ഒക്കെ കറക്റ്റ് ആണ്. മോട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പറന്നു ഇരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടു തരുവാണ്. DIY വർക്കാണ്, നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത്. സോ ബൈ ഫ്രം